ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ ഇന്നത്തെ കറി ചെറിയൊരു ദിവസമായിട്ടുണ്ട്. വല്ലാണ്ടൊന്നും ഡിഷൊന്നും ഉണ്ടാക്കുന്നില്ല. എനിക്ക് ചെറിയൊരു വെയ്യായി തലവേദന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ പനിക്കുന്നുണ്ടോയെന്നും ചെറിയ സംശയമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിതാ വേഗം കാണിച്ച് പോവാണ് കേട്ടോ. ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു വെല്ലുള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴന്ന് പകുതി വേവാവുന്ന സമയം നമ്മൾ കുറച്ച് കുരുമുളക്, കുറച്ച് കുരുമുളകിന് 1/2 സ്പൂണോ 3/4 ടീസ്പൂണോ ഒന്നുമില്ല, 1/4 ടീസ്പൂൺ എടുത്ത്, പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് അടയാട്ടോ എന്നിട്ട് ഇല്ല. അപ്പോൾ അതും ചേർത്തിട്ട് നമ്മൾ നല്ലോണം വഴറ്റി ഗ്രേവി ആവുന്ന സമയം നമ്മൾ തിളച്ച ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പും പുളിയൊക്കെ കുറവുണ്ടോ നോക്കുക, ഇല്ലാത്ത ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ബ്രക്കോളി ഇടാം. ലാസ്റ്റ് നമ്മളൊന്ന് വെന്ത് വരുമ്പോൾ ബ്രക്കോളി ഇടുക കേട്ടോ. ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇടാറുണ്ട് ചിക്കനിലും പിന്നെ ഫ്രൈഡ് റൈസിലൊക്കെ ഇടാറുണ്ട്. നല്ലതാണ്, നല്ല സാധനമാണ് കേട്ടോ. അത് നമ്മുടെ ഓരോ അസുഖങ്ങൾക്കൊക്കെ നല്ല ക്യാൻസറിനൊക്കെ എത്ര നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് എന്ന് വെച്ചിട്ടില്ല, അത് ഇവിടെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചിക്കൻ കറിയിലൊന്നും ഇടുമ്പോൾ വലിയ ടേസ്റ്റ് ഇഷ്ടമല്ല, എങ്കിൽ പോലും ഞങ്ങൾ ഇടാറുണ്ട്. പിന്നെ വെജിറ്റബിൾ ബിരിയാണിയിലൊക്കെ ആ കുഴപ്പമില്ല, ചോയ എന്തോരം പോലെ തോന്നാറില്ല കേട്ടോ. ഇതെല്ലാം കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ദോശയും ചായ ആയിട്ടുണ്ട്. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഓരോരോ പണി വേഗം ചേർത്ത് കുറച്ചൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ നമ്പറിലൊക്കെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. ജലദോഷം ചുമയൊന്നും മാറാത്തതുകൊണ്ട് മൂക്കടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി, കറി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു, ഞാൻ കഴിച്ചു. പിന്നെ ചോറും കറിയും കേട്ടോ. ഇന്നലത്തെ മീൻ വറ്റിച്ചതോ കുറച്ചുണ്ടായിരുന്നു, അതിന് ബാക്കി കുറച്ച് വറുത്തതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഡിഷൊന്നും ഉണ്ടാക്കിയില്ല. ഒന്ന് ചെറിയൊരു ദിവസം പോലെ ആക്കിയെടുത്തു കേട്ടോ. പിന്നെ ഇവിടെ അധികം ദോശ തന്നെ ഇഷ്ടം, കാരണം രണ്ടാൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ദോശ. അത് കറി ഉണ്ടെങ്കിലും ഇഷ്ടമാണ്, കറി ഇല്ലെങ്കിലും ചായ ഒഴിച്ചിട്ട് അവർ കഴിക്കും. അപ്പോൾ പിന്നെ തലേദിവസം മീനോ അതിൻ്റെ കായൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കാറില്ല. എനിക്കുള്ളതുണ്ടല്ലോ ശരിക്കും. പിന്നെ അത് വേണ്ടാമെന്നുണ്ടായതുകൊണ്ട് കറിയൊന്നും വേണ്ടല്ലോ, ദോശയാകുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ട് വേഗം ദോശ ഉണ്ടാക്കും. അതിൻ്റെ എളുപ്പത്തിൽ അത് ചെറിയ കളത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ചായ കൊടുത്തു, ദോശയായി, കറിയായി, അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വയ്യാത്തതുകൊണ്ട് ഞാൻ അന്ന് തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കൈമറകളൊക്കെ നോക്കാൻ വിചാരിക്കുന്നത് അങ്ങനെ ദോശത്തിനൊക്കെ. പിന്നെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും തെറ്റിരിക്കുന്ന കമൻറ്റ് അറിയിക്കാട്ടോ. അത് ശരിയായില്ല എന്നൊക്കെ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിലുള്ളവരെ ഇതുപോലെയുള്ള ആളുകളെ പോലെ തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ എന്താ പറയുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണ്ടോ, മറക്കല്ലേ. പിന്നെന്താ, അങ്ങനെ ചൂണ്ട വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ അരി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഞാൻ വെള്ളം മുക്കുക. അതിനകത്ത് ആദ്യം ചട്ടിയിൽ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിൻ്റെ മുളക് പൊടി എരിവുണ്ട്, നിറമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും, കുറച്ച് മുളക് പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും, പിന്നെ വലിയ ഒരു ഉള്ളിയുടെ പകുതി, പിന്നെ ഒരു തക്കാളി, പിന്നെ 2 പച്ചമുളക് നീ അങ്ങനെ ഇടുക. അപ്പോൾ 2 വെള്ളം കൂടി ചേർത്ത് നല്ലോണം കഴിച്ചിരിക്കുക. പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇറക്കാൻ നേരത്തോ അല്ലെങ്കിൽ അതിന് മുന്നേയൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ അതാ ഞാൻ പുളിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കാം. നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കാം കേട്ടോ. ഞാൻ അധികം എരിവ് കുഴപ്പമില്ല, ഒരു മീഡിയം സൈസ് എരിവാണെങ്കിൽ പോലും വലിയ നിറമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒന്ന് എല്ലാം കൂടി കുഴച്ചിട്ട് നമ്മൾ മുന്നേ കൂടെ നമ്മൾ പോകല് നമുക്ക് കാത്തിരിക്കാം. മറക്കണ്ട, കൂടി എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എല്ലാം ഇത് ഞങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കണം. ഇത്രയും ചെയ്ത വീഡിയോകളൊക്കെ
നിങ്ങൾക്ക് മാന്തം അടച്ച നിങ്ങൾ കാണുന്നുണ്ടെന്നും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ തിളച്ചപ്പോൾ ഞാൻ അയിലക്കുട്ടന്മാരെ കൊടുത്തു. അപ്പോൾ അത് കിടന്ന് തിളയ്ക്കട്ടെ. അവരെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു. അതിലേക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് 2 മണി ഉലുവ ചേർക്കണം. പിന്നെ കറിവേപ്പില ചേർക്കുക. അതിന് ശേഷം ഒരു നുള്ള് ചുവന്ന മുളക് പൊടി ചേർത്തിട്ട്, എരിവ് കറി തോന്നുന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിന് പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിൽ തട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചവെള്ളം ചേർക്കുന്നത് ചൂടുള്ള വെള്ളം തന്നെ ചേർത്തിട്ട് അല്ലാതെ വേറൊന്നുമില്ല. അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ വിഷയം ഉണ്ടാക്കാൻ. ഓക്കെ, ബൈ, സീ യു.